നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ പയറൊക്കെ നട്ടിട്ട് അത് വള്ളിയൊക്കെ വീശി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പന്തൽ ഒരുക്കുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പയർ പടർന്നു വരുമ്പോൾ മുഞ്ഞ വരുന്നതും മുഞ്ഞയ്ക്ക് ഉള്ള നിവാരണ മാർഗ്ഗങ്ങളെക്കുറിച്ച് 4-5 കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടുകാണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയും കൂടെ നിങ്ങൾ അവസാനം വരെ കാണണം. അപ്പം പയറിനെല്ലാം നല്ലതുപോലെ വള്ളി വീശി വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പയർ നട്ടയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതിനെല്ലാം നല്ലതുപോലെ വള്ളി വീശിയിട്ടുണ്ട്. വള്ളി വീശി തുടങ്ങുമ്പോൾ നമ്മൾ 1-2 കമ്പ്, 3 മൂടുണ്ടെങ്കിൽ 3 കമ്പ് നമ്മൾ ആ ഗ്രോ ബാഗിനകത്തോട്ട് കുത്തി വെച്ച് കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഈ പന്തൽ ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കും. ടെറസിൽ പന്തൽ കെട്ടാൻ എനിക്ക് സൗകര്യം ഇല്ല എങ്കിൽ തന്നെയും അച്ചായനാണ് ഈ പന്തൽ കെട്ടിത്തന്നത്. ദൂരെയുള്ള മരത്തിൽ കയർ എറിഞ്ഞു പിടിച്ചാണ് പിന്നെ പന്തലിട്ടിരിക്കുന്നത്. അതേപോലെ അത് അങ്ങോട്ടും ഒരു വള്ളി കെട്ടിയിട്ടുണ്ട്. പിന്നെ ടെറസിൽ ഇങ്ങനെ ഒരു വള്ളി കെട്ടിയിട്ട് അതിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം കെട്ടിയതാണിത്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് എല്ലാം ഓരോ പ്രാവശ്യവും വന്നിട്ട് ഇങ്ങനെ പടർന്നു വരുന്ന വള്ളികൾ നമ്മൾ ഇതിനകത്തോട്ട് ആക്കി കൊടുക്കണം. ഇതുണ്ട്, ഓരോ വള്ളി വരുമ്പോഴും നമ്മൾ അതിന് പടർത്തി കൊടുക്കണം. ഈ പടർത്തി കൊടുക്കുമ്പോൾ കുറേയൊക്കെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ തുമ്പ് ഒന്ന് ഒടിച്ച് മാറ്റണം. ഇങ്ങനെ പടർന്ന് വരുമ്പോൾ ഈ തുമ്പ് ഒന്ന് ഒടിച്ച് മാറ്റി കൊടുത്താൽ കുറേ മുട്ടുകളും അതിനകത്തുനിന്ന് വരും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇല കുറച്ച് ഒരു 4 ഇല വിട്ട് നമ്മൾ ഇല ഒടിച്ച് കളഞ്ഞാൽ കുറേ മുട്ടുകളും വരും. നല്ലതുപോലെ പയറും പിടിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണത്. ഇങ്ങനെ ഇത് തോരൻ വയ്ക്കാൻ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇല വെച്ച് കൊടുത്താൽ ഇവിടെ നല്ല അങ്ങ് തണ്ട് വന്നുകൊണ്ടേ ഇരുന്നോളും. എന്ന് പറഞ്ഞാൽ ചെടിയിൽ നിൽക്കുന്ന ഇലയെല്ലാം പിച്ച് കളയരുത്, പയർ കൂടുതൽ പിടിക്കുമെന്നും പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മാത്രമേ പിച്ച് കളയാവൂ. മിനി പറഞ്ഞേക്കുന്ന ഇലയെല്ലാം പിച്ച് കളയണമെന്നാണ്. അതുകൊണ്ട് ഇലയെല്ലാം പിച്ച് കളയരുത് കേട്ടോ. ഇതിൽ രാവിലെയും വൈകിട്ടും വന്ന് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലതുപോലെ പയർ പിടിക്കും. വള്ളിയെല്ലാം ഈ കയറിനകത്തോട്ട് നമ്മൾ ആക്കി വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ അങ്ങോട്ട് വള്ളിയുണ്ട്, ഇതൊരു കയർ ചുറ്റി കൊടുക്കുകയാണ്. കയറിനകത്തോട്ട് അതങ്ങ് കയറി പൊക്കോളും. പറിച്ചെടുത്ത ഇല തോരനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വള്ളി വീശുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നല്ലോണം കമ്പ് കുത്തി കൊടുക്കണം. കമ്പയിലോട്ട് ഇതിൻ്റെ ഓരോ പിന്നെ വള്ളി വീശുന്നതും അത് ചുറ്റി ഇങ്ങനെ ചുറ്റി കയർ പന്തലിലോട്ടാക്കി കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനെ ഡെയിലി വന്നതിനെ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ പയർ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുതേ. നന്ദി, നമസ്കാരം.